വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വാഹനത്തിൽ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. ഹർഷിദ്, അബിറാം എന്നിവരാണ് പിടിയിലായത്. മാനന്തവാടി പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ചെമ്മാടൂരിലെ ആദിവാസി യുവാവ് മാദനെയാണ് റോഡിലൂടെ 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത്. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളുമായുണ്ടായ വാക്കുതർക്കമാണ് മാദനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തിൽ വധശ്രമത്തിന് മാനന്തവാടി പോലീസ് കേസെടുത്തിരുന്നു. മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. KL 52 H 87 33 എന്ന കാറിലാണ് സംഘം എത്തിയത്. സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് മന്ത്രി OR കേളു നിർദ്ദേശം നൽകിയിരുന്നു. പരിക്കേറ്റ മാദനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദിവാസി യുവാവിനെതിരായ ആക്രമണത്തെ വളരെ ഗൌരവകരമായി കാണുന്നുവെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. അതേസമയം സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കുറ്റക്കാരോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും വയനാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു.